വണ്ടി താണ്ടെ മറിഞ്ഞ് കിടക്കുന്നു. ഞങ്ങൾ ഈ കുഴിയിൽ വീണ് വണ്ടി മറിഞ്ഞ്. അല്ല നമുക്ക് പോണ്ടേ? ദൈവമേ, ഈ ദുരന്തമന്തമില്ലാതെ. ഹായ് ഫ്രണ്ട്സ്, ഡിഡി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഞങ്ങൾ താമസിക്കണ സ്ഥലത്തിൻ്റെ തൊട്ടിപ്പുറത്തൊരു പാർക്കുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ആ പാർക്കിൽ ഞങ്ങൾ വന്നതാണ് ഇപ്പം. അപ്പം ഇന്നലെയും മിഞ്ഞാന്നൊന്നും ഞങ്ങൾക്ക് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ട് 3-4 ദിവസമായി. ഈ 5 ദിവസത്തിൽ 4 ദിവസവും ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഭാഗ്യത്തിന് ഇന്നലെ നല്ല മഴയായിരുന്നു. നല്ല മഴ പെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ അറിഞ്ഞില്ല. അതെ, മഴയും ഇടിയും. അപ്പം ഇടി വെട്ടിയപ്പോൾ ഞാൻ രാത്രി വിചാരിച്ചു വെടിവെപ്പം കാരണം നടക്കുകയാണ്. ഈശ്വര, കാശ്മീർ ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ ഞാൻ ചാടി എണീറ്റ്. അപ്പോൾ നോക്കുമ്പോൾ മഴയാണ്, മഴ ഇടി മഴയൊക്കെയാണ്. അപ്പം ഇന്ന് നല്ല കാലാവസ്ഥ, അതായത് ചൂടില്ല, നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം അല്ലേ? വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇന്നലെ മഴ പെയ്തപ്പം പൊട്ടിച്ചാടിയ മരത്തിന്റെ ചില്ലകളൊക്കെ പൊട്ടിച്ചാടി. പിന്നെ നമ്മള് താമസിക്കണ റൂമിന്റെ അവിടെ റോഡ് സൈഡിലും പൊട്ടിച്ചാടിയിട്ടുണ്ട്. പിന്നെ ഫുൾ വെള്ളമാണ് ഇവിടെ, മറ്റേ പുല്ലുള്ള സ്ഥലത്തൊക്കെ ഫുൾ വെള്ളം. നമ്മളൊക്കെ അവിടെ ഇരുന്നില്ലേ എന്നാ മിനിഞ്ഞാന്ന് വൈകുന്നേരം വന്നിട്ട് അവിടെയൊക്കെ നിറച്ച് വെള്ളം കേട്ടോ. കണ്ടോ, നിറച്ച് വെള്ളമാണ്. ആ വെള്ളം ഒലിച്ചു പോകുന്നില്ല അല്ലേ? എന്താ പൈപ്പ് ഇട്ടേക്ക് അവരിങ്ങനെ വെള്ളം പോകാൻ വേണ്ടിയിട്ട്. കണ്ടോ, എൻ്റെ വെള്ളം താഴ്ന്നു പോകുന്നില്ല തോന്നണം. പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറെ കുട്ടികൾ ഇവിടെ നിന്ന് മാങ്ങ എറിഞ്ഞ് പറിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരെണ്ണം ചോദിച്ചാലോന്ന് വിചാരിച്ചു. അപ്പത്തേനും ഒരു കുട്ടി വെള്ളത്തിക്ക് ഈ ഇങ്ങനെ ഇട്ട സമയത്ത് വെള്ളം തീർച്ച അത് കൂടെ പോണ വഴി കൂടെ ആൾക്കാരെ മേത്തായി. അപ്പൊ എന്നെ ചോദിക്കണ്ടത് തന്നെ ആൻറ്റിയുടെ മോനാണ് കേട്ടോ. അക്ഷയ് വി ബായ് അല്ലേ? അക്ഷയ് വി അനിൽ, അക്ഷയ് ബായ്. പരുന്താണോ അത്? പരുന്ത് ഇവിടെ. പക്ഷെ മയിൽ എന്തോരുണ്ടല്ലേ, ഒരു പീലി പോലും ഇല്ല അറിഞ്ഞ. പക്ഷെ പീലി നിലത്തിടാത്ത മയിലായിരിക്കും ഇതൊക്കെ. മയിൽ മലപ്പുറം നിലത്തിടണോ അതറിയില്ല. ചിലപ്പോ കൊഴിഞ്ഞു പോവും. എന്തായാലും സ്വാഭാവികമായിട്ട് നമ്മൾ മുടിയൊക്കെ പൊഴിയുന്ന പോലെ മയിൽ പീലി കൊഴിയുണ്ടാവുമല്ലോ. വരും, നമുക്ക് പോവാം. ഇതൊന്നും കാണാമല്ലോ കേട്ടോ. പക്ഷെ നമ്മളെ താമസിക്കുന്ന അവിടെ നിന്നിട്ട് മണിക്കുട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ അപ്പുറത്തെ ടെറസിലോട്ട് നോക്കിയാൽ ഇഷ്ടംപോലെ മയിലിനെ കാണാം, പീലി വിടർത്തിയിരിക്കുന്നത്. അവിടെ ഒരു അമ്പലമുണ്ട്. കണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തും കോളാണ്. അവിടെ കണ്ടോ. പക്ഷെ ഈ ഒരു വെള്ളം വന്നപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇന്നലെ ഞങ്ങൾ വന്നിട്ട് കണ്ടില്ലേന്നല്ലേ അത്. അപ്പൊ ഇവിടെ വെള്ളം ഉള്ളപ്പോഴായിരിക്കും ഈ പാലത്തിന് ഇത്ര ഭംഗി. അപ്പൊ കുറച്ച് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഇവിടെ ഫ്രണ്ട്സ്, ഇനി നമുക്ക് വീട്ടിലേക്ക് പോണ വഴിക്ക് നമുക്ക് മയിൽപ്പീലി ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ പെറുക്കാം. നിലത്ത് നോക്കി പൊയ്ക്കോട്ടോ. പ്രാവിന്റെ തൂവലുണ്ട്. ഏത്? ആട്ടോ, ഒരു മയിൽപ്പീലി കിട്ടി. പക്ഷെ അതിന്റെ അത് കാണാനല്ല, ആ കളറില്ലേ ചെടിയായതാ, ചതഞ്ഞതാ. ഇതേ ഇന്നലത്തെ കാറ്റത്ത് നോട്ടെ ഇത്രയും തെരഞ്ഞിട്ടൊരു മയിൽപ്പീലി കിട്ടി. ഇതൊന്നും എടുക്കാൻ പറ്റാത്ത സൈസാണ് കേട്ടോ. ഇന്നലത്തെ കാറ്റത്തെ ഇതില്ല. മറ്റേ ലിറ്റിൽ കൃഷ്ണനും എന്റെ തലയിലില്ലേ, അതില്ല. ഓന്റെ തലയിലോ? കൃഷ്ണന്റെ
അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് ഒരു മയിൽപ്പീല് കിട്ടിയിട്ട് അത് മേളിൽ വെച്ചൊന്ന് ഉണങ്ങിയിട്ട് എടുക്കാം. അതാ ഫ്രണ്ട്സ് മരത്തിന്റെ മുകളില്. അത് പക്ഷെ കാണാൻ അറിയില്ല. നമ്മളെ റൂം അവിടെ ഉണ്ടോ? ഞാൻ കുയിലിന്റെ പാട്ടാണ് പഠിക്കും. അതെനിക്കറിയില്ല. ആ ലിറിക്സ് തെറ്റുവേണ്ട. ഫ്രണ്ട്സ് ഞങ്ങള് നിക്കണത് പോലീസ് ക്വാർട്ടേഴ്സിലാണ് കേട്ടോ. ഇവിടെയാണ് ഇവരെ വീട്. അപ്പം ഇവരൊക്കെ നിക്കണത് ഇവിടെയാണ്. അനിയച്ചനും ശോഭന അമ്മയും മണിമാമനും ഇവിടെയാണ് നിക്കണത്, പോലീസ് കോളനിയിൽ. അതിലൊരു ക്വാർട്ടേഴ്സിലാണ് നിക്കണത്. അനിയച്ചൻ പോലീസാണ് ഗൈസ്. കണ്ടോ ആ പോലീസ് കോളനി ഷാലിമാർ ബാഗ്. ഇത് ന്യൂ പോലീസ് കോളനി. അപ്പുറത്തൊരു ഓൾഡ് പോലീസ് കോളനി ഉണ്ട്. 2 പോലീസ് കോളനി ഉള്ളൂ. മയിൽപ്പീല് കിട്ടുമോ നോക്കുമ്പോൾ ഉള്ളിലൊക്കെ ഇറങ്ങണം. പോകുന്ന വഴിയിൽ ഗ്രൗണ്ടിൽ ഇറങ്ങണം. ഫുഡ് കഴിക്കാൻ പോവാണ്. ചോറും ക്യാബേജ് തോരനും മാങ്ങാച്ചാറും മത്തൻ കറിയും എനിക്കറിയില്ല, നമുക്ക് മനസ്സിലായോ, അതുകൊണ്ട് മുട്ട പൊരിച്ചതും. അങ്ങനെ ഞങ്ങൾ പീകോക്ക് പീലി നോക്കി കുറേ, പക്ഷേ കിട്ടിയില്ല. ഗൈസ് അത് അവിടെ ഒരെണ്ണുണ്ട്, പക്ഷെ താഴെ ഒന്നും ഒറ്റ ഒരെണ്ണം പോലും ചാടുന്നില്ല. സോ മയിൽപ്പീലി കിട്ടാത്ത വിഷമം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പസഫിക് മാളിൽ പോവാണ്. ഇവിടെ ഒരു പസഫിക് മാൾ എന്ന് പറഞ്ഞൊരു മാളുണ്ട്. അപ്പം അവിടെ പോകണ്ട. പസഫിക് ഞാൻ ഇവിടെ കണ്ടല്ലോ പോകണം. പസഫിക് ഓഷ്യൻ ഒരു ഓഷ്യനാണ്, ഇത് പസഫിക് മാൾ. ഫ്രണ്ട്സ് ഞങ്ങൾ നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ 4 പേര് മാത്രമേ പോകുന്നുള്ളൂ, അമ്മയും പപ്പയും ഞാനും അമ്മോളും. ബാക്കി എല്ലാവരും 10-ാം തീയതി വരുന്നത്, മെയ് 10-ാം തീയതി. ഞങ്ങൾ മെയ് 3-ാം തീയതി തന്നെ പോവാണ്. അപ്പോൾ നാളെ വെളുപ്പിനെയാണ് കേട്ടോ പോണത്. നാളെ വെളുപ്പിന് 5 മണിക്ക്. ഈ കാറിനൊരു പ്രത്യേകത ഉണ്ട്. പകല് ഈ കാറിൻ്റെ മുകളിൽ ഷൂവും, രാത്രി ഈ കാറിൻ്റെ മുകളിൽ പട്ടിയാണ്. രാത്രി നമ്മൾ വരുമ്പോൾ പട്ടി കിടന്നുറങ്ങുണ്ടാവും, പകല് പോകുമ്പോൾ എന്തെങ്കിലും കട്ടി കയറിയ പാട് കണ്ടോ. ഹലോ ഹായ് ഫ്രണ്ട്സ്. ചിലവർ ഇവിടെ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ കിടക്കണുണ്ടായിരുന്നു. പിന്നെന്താ അറിയില്ല, മാളെന്ന് പറഞ്ഞപ്പോ വേഗം ചാടി എണീറ്റ് വന്നു. കണ്ടോ, ഒരുമിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നല്ല രസമാവുന്നല്ലോ. വണ്ടി താണ്ടെ മറിഞ്ഞ് കിടക്കണം. ഞാൻ ചാടി ഇറങ്ങി. അല്ല നമുക്ക് പോണ്ടേ ഫ്രണ്ട്സ്. ഞങ്ങൾ ഈ കുഴിയിൽ വീണ് വണ്ടി മറിഞ്ഞ് ഞാൻ ചാടി ഇറങ്ങി. മണിക്കൂട്ടിന് പിന്നെ വണ്ടി എങ്ങാനും വീഴ്ത്തിയാല് അയാളെ പിറന്നാളെ കഴിപ്പിക്കുന്നേ. മണിക്കുട്ടൻ വണ്ടി ഞാനും പിറന്നാളെടുക്കുന്ന പിറന്നാൾ കഴിക്കുന്ന. അപ്പൊ അങ്ങനെ ഞങ്ങൾ മാളെത്തി. നമ്മൾ പിറന്നാൾ കഴിപ്പിച്ചിട്ട് വേണ്ടി. ഫ്രണ്ട്സ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഭയങ്കര തണുപ്പിട്ടോ ഇതിനകത്ത് കയറി. നല്ല തണുപ്പ്. ഇതെന്താ സാധാരണ മാളിലുള്ള തണുപ്പല്ല, ഭയങ്കര തണുപ്പ്. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ പസഫിക് മാള് ചുറ്റി കണ്ട് പോകുന്നു. ഫ്രണ്ട്സ് ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ഊബറിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഊബറാണോ ഈ റിക്ഷയാണോ? ഈ റിക്ഷ ഇവിടെ കിട്ടാനില്ല, കാണുന്നില്ല.
ഊബർ ബുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും പാർക്കിലെത്തിയിരിക്കുകയാണ്. ദേവൊക്കെ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. പപ്പയും ദിയമോളൊക്കെ ഇവിടെ ഉണ്ട്. ദിയക്ക് പാർക്കിന് പോവാൻ തോന്നുന്നേ ഇല്ല കേട്ടോ. നമ്മള് വന്നപ്പോ മുതല് ഇപ്പോഴും പാർക്കില് പ്ലേയിങ് ഏരിയയിലല്ല കേട്ടോ, ജിമ്മിലാണ് ദേവമോള് മൊത്തം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ ഒരു ഓപ്പൺ ജിം ഒക്കെ വേണം. ആലോചിച്ചുകൂടെ വന്നപ്പോ ഓപ്പൺ ജിമ്മല്ല, ജിമ്മില്ലേലും കുഴപ്പമില്ല, ഇങ്ങനെ നടക്കാൻ പറ്റിയ നല്ല സ്ഥലം അതെ ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയാന്നറിയാം, മരങ്ങളും. നമ്മളവിടെ പുഴയോട് ചേർന്ന നീളത്തിലുള്ള ഫോറസ്റ്റ് ഒക്കെ അല്ലേ, അതൊക്കെ ശരിക്കും ഇതേമാതിരി ഒരു സെറ്റപ്പ് ആക്കി എടുക്കണമെങ്കിൽ എല്ലാരും നടന്നു അല്ലേ. എന്നാ ഈ ആൾക്കാർക്ക് അവിടെ പിന്നെ മൃഗങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. 4 ആൾക്കാർ വരുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ടിക്കറ്റ് വെക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു ശരിക്കൊരു ആൾക്കാർ കാരണം എന്താ അറിയാ, ഇവിടെ ഇതുപോലെ ഒരുപാട് പാർക്കുകൾ എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ഒരിടത്ത് മാത്രമുള്ളായിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ ആളുകൊണ്ട് നിറഞ്ഞേനെ. അതെ, ശരിക്കും പാർക്ക് വേണം. നമ്മളെ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പാർക്കൊക്കെ ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ദൈവം സഹായിച്ചില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങള് ദർബൂജ കഴിച്ചോണ്ടിരിക്കാണ്. ഇറ്റ് മീൻസ് മസ്ക് മെലൺ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ടോ? നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷെ ഈ ടേസ്റ്റ് ഇല്ല. എന്താ സംഭവം അറിയില്ല. മധുരം കുറവല്ലേ അവിടുത്തെ? ഇവിടെ അത് സുലഭമാണ്. ഇതിന്റെ യെല്ലോ കളറും ഉണ്ട്, ഗ്രീനും ഉണ്ട്, രണ്ടും മധുര. ഞങ്ങള് കാർട്ടൂൺ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു കാർട്ടൂൺ ആണ്, പക്ഷെ അത് സിനിമ പോലെ നെറ്റ്ഫ്ലിക്സിൽ കണ്ടു. അപ്പൊ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ട്സ്, ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. സാധാരണ ഞങ്ങൾ റൂമിൽ പോകുമ്പോ ഞങ്ങൾ 4 പേരെ ഉണ്ടാവുള്ളൂ. ഇത് ഞങ്ങൾ 5, 6, 7 എല്ലാരും ഉണ്ട്. കാരണം നാളെ ഞങ്ങൾ നാട്ടിൽ പോവാണ്. അപ്പൊ എല്ലാരും കൂടെ യാത്ര അയക്കാൻ വരട്ടെ. ഇന്ന് രാത്രി നാളെ വെളുപ്പിന് 1:30 നമ്മൾ ഇറങ്ങും. ആ ഇടയിലൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റും. രാത്രി നമുക്ക് ഡ്രസ് പാക്ക് ചെയ്യണ്ടേ? ഞാൻ പുതിയ പെട്ടി വാങ്ങി. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ പാക്കിങ്ങിലായിരുന്നു. ഫ്രണ്ട്സ് എല്ലാവരും പോയി, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് നേരം ഇരുന്ന് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു വെച്ചു. അപ്പത്തേനൊക്കെ അവർ പോയി. അപ്പം ഇപ്പം ഞങ്ങൾ അതർ പെട്ടീസ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ പാക്ക് ചെയ്യാനുള്ളത്. ഞാൻ ഫസ്റ്റത്തെ കാര്യം, എൻ്റെ ഈ ബാഗിലായിരുന്നു എൻ്റെ ഡ്രസ്സൊക്കെ. അത് ഞാൻ പുതിയ പെട്ടി വാങ്ങി. ആ പെട്ടിക്കാക്കി എൻ്റെ ദിയമോളുടെയും ഡ്രസ്സുകൾ. പിന്നെ എത്ര കിലോ വരെ അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ? 60-50 ഇത്ര കിലോ ടോട്ടല്.